Now we are discussing about nature of rectified output. We have discussed about the output of a full wave rectifier, that is it's a pulsating DC. But if such a waveform is carefully analyzed, we can find that it contains a DC component and an AC component. നമുക്കൊരു പൾസേറ്റിംഗ് വേവ് കിട്ടാനുള്ള കാരണം ഈ എ സി കമ്പോണൻ്റ് ആണ്. പൾസേഷൻ മീൻസ് ചേഞ്ചിങ് ഔട്ട്പുട്ട് വോൾട്ടേജ്. So you may be thinking that how a pulsating DC voltage can have an AC component when the voltage never become negative. It's because any wave which varies in a regular manner has an AC component. ഈ മൂന്ന് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഫസ്റ്റ് വൺ ഷോസ് DC component. Second one shows AC component. If these two waves are added together, the resulting wave will be shown in third figure. It's clear that the wave shown in third figure is never become negative, although it contains both AC and DC components. Therefore, ഒരു റെക്ടിഫയറിൻ്റെ പൾസേറ്റിംഗ് ഔട്ട്പുട്ടിൽ ഒരു DC കമ്പോണൻറ്റും ഒരു AC കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിപ്പിൾ ഫാക്ടർ. റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു DC കമ്പോണൻറ്റും ഒരു AC കമ്പോണൻറ്റും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഈ AC കമ്പോണൻറ്റിനെയാണ് റിപ്പിൾ എന്ന് പറയുന്നത്. ഈ AC കമ്പോണൻ്റാണ് ഔട്ട്പുട്ടിലെ പൾസേഷൻസ് ഉണ്ടാക്കുന്നത്. സോ എഫക്റ്റീവ്നെസ് ഓഫ് എ റെക്ടിഫയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് AC കമ്പോണൻറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. ഈ AC കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ചെറുതാകുന്നു അതിനനുസരിച്ച് ആ റെക്ടിഫയറിൻ്റെ ക്വാളിറ്റി കൂടും. ഇനി നമുക്ക് ഈ റിപ്പിൾ ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. The ratio of RMS value of AC component to the DC component in the rectifier output is known as ripple factor. അത് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു IAC ഡിവൈഡഡ് ബൈ IDC. ഔട്ട്പുട്ടിൽ വരുന്ന AC കമ്പോണൻ്റെ ഫ്രീക്വൻസി 100 ഹെർട്സ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആണല്ലോ, അതിൻ്റെ ഡബിള്. സോ ഇറ്റ് ഈസ് എ ഫ്ലക്ച്വേഷൻ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ DC കമ്പോണൻറ്റ്. ഇനി നമ്മൾ ഈ റിപ്പിൾ ഫാക്ടറിനുള്ള ഡെറിവേഷൻസ് ആണ് നോക്കുന്നത്. എങ്ങനെ ഡിറൈവ് ചെയ്യാം റിപ്പിൾ ഫാക്ടർ എന്നാണ് നോക്കുന്നത്. സോ നമുക്കറിയാം ബൈ ഡെഫിനിഷൻ ദ എഫക്റ്റീവ് അല്ലെങ്കിൽ RMS വാല്യൂ ഓഫ് ടോട്ടൽ ലോഡ് കറൻറ്റ് ഈസ് ഗിവൺ ബൈ IRMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് IDC സ്ക്വയർ പ്ലസ് IAC സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് IAC കണ്ടുപിടിക്കാം. എങ്ങനെ? IAC ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ. ഈ ഒരു ഇക്വേഷനെ നമ്മൾ IDC കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ IAC ഡിവൈഡഡ് ബൈ IDC ഈസ് ഈക്വൽ ടു IDC ഇൻറ്റു റൂട്ട് ഓഫ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ എന്ന് കിട്ടും. IAC ബൈ IDC എന്താണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. അത് റിപ്പിൾ ഫാക്ടർ കാണാനുള്ള ഇക്വേഷനാണ്. സോ നമുക്ക് റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 ബൈ IDC ഇൻറ്റു റൂട്ട് ഓഫ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ IDCനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ IRMS ഡിവൈഡഡ് ബൈ IDC ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ഇനി നമുക്ക് ഹാഫ് വേ റെക്ടിഫയറിലും ഫുൾ വേ റെക്ടിഫയറിലും റിപ്പിൾ ഫാക്ടർ എങ്ങനെ വരികയെന്ന് നോക്കാം. ഫസ്റ്റ് ഹാഫ് വേ റെക്ടിഫിക്കേഷൻ്റെ കേസിൽ നമുക്ക് IRMS ഇസ് ഈക്വൽ ടു IM/2 എന്നും അറിയാം, IDC ഇസ് ഈക്വൽ ടു IM/π എന്നും അറിയാം. സോ റിപ്പിൾ ഫാക്ടർ ഇസ് ഈക്വൽ ടു അത് റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് IM/2 ഡിവൈഡഡ് ബൈ IM/π ഹോൾ സ്ക്വയർ മൈനസ് 1. സോ അതിൽ IM ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെ ബാക്കിയുള്ള വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 1.21 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ 1.21 എന്നുള്ള വാല്യൂ എന്താണ്? IAC ഡിവൈഡഡ് ബൈ IDC ആണ്. അപ്പോൾ 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക? AC കമ്പോണൻറ്റ് DC കമ്പോണൻറ്റിനെക്കാട്ടിലും കൂടി. സോ വിച്ച് റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ പൾസേഷൻസ് ഇൻ ദ ഔട്ട്പുട്ട്. Therefore, half-wave rectifier is ineffective for conversion of AC into DC. ഇനി നമുക്ക് ഫുൾ വേ റെക്ടിഫിക്കേഷൻ്റെ കേസിൽ നോക്കാം. നമുക്കറിയാം IRMS ഇസ് ഈക്വൽ ടു IM/√2 ആണ്, IDC ഇസ് ഈക്വൽ ടു 2IM/π ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്. സോ അത് നമ്മൾ റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു IM/√2 ഡിവൈഡഡ് ബൈ 2IM/π ഹോൾ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു അതിൽ നമ്മൾ IM ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.48 എന്ന് പറയും. അപ്പോൾ ഈ 0.48 എന്താ? IAC ഡിവൈഡഡ് ബൈ IDC ആണ്. അപ്പോൾ അത് 1നേക്കാട്ടിലും ചെറിയ വാല്യൂ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? IDC ആണ് IACയെക്കാട്ടിലും കൂടുതൽ.
സോ നമുക്ക് എന്ത് പറയാം? ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ദ ഡി സി കമ്പോണൻറ്റ് ഈസ് മോർ ദാൻ ദ എ സി കമ്പോണൻറ്റ്. സോ ദ പൾസേഷൻ ഇൻ ദ ഔട്ട്പുട്ട് വിൽ ബി ലെസ് ദാൻ ഇൻ ദ ഹാഫ് വേവ് റെക്ടിഫയർ. സോ നമുക്ക് ഒരു എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഫുൾ വേവ് റെക്ടിഫിക്കേഷനാണ്. നമ്മളിപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഇങ്ങനെ 3 റെക്ടിഫയേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മളിതിൻ്റെ കമ്പാരിസനാണ് നോക്കുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ നിങ്ങൾ നല്ല തറോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കാരണം ഇതിൽ ഈ കീ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെയും ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൻ്റെയും ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോന്നും കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോമും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇനി നമ്പർ ഓഫ് ഡയോഡ്സ് ഓരോന്നിലും എങ്ങനെ നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഡയോഡേ യൂസ് ചെയ്യുന്നുള്ളൂ. സെൻറ്റർ ടാപ്പിൽ 2 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് ടൈപ്പിൽ 4 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹാഫ് വേവിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സെൻറ്റർ ടാപ്പിൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജ് ടൈപ്പിലും ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നില്ല. ഇനി ഹാഫ് വേവിൻ്റെ മാക്സിമം എഫിഷ്യൻസി 40.6% ആണ്. സെൻറ്റർ ടാപ്പിലും ബ്രിഡ്ജ് ടൈപ്പിലും മാക്സിമം എഫിഷ്യൻസി 81.2% ആണ്. റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവിൽ 1.21ഉം സെൻറ്റർ ടാപ്പിലും ബ്രിഡ്ജ് ടൈപ്പിലും 0.48 ആണ്. ഇനി ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഹാഫ് വേവിൽ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. നേരെ മറിച്ച് സെൻറ്റർ ടാപ്പിലും ബ്രിഡ്ജ് ടൈപ്പിലും ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആണ്. ഇനി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഹാഫ് വേവിൽ VM തന്നെയാണ്. സെൻറ്റർ ടാപ്പിൽ 2 VM ആണ്. ബ്രിഡ്ജ് ടൈപ്പിൽ PM തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇറ്റ്സ് ദ ബെസ്റ്റ് സർക്യൂട്ട് ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് ഓവറാൾ പെർഫോമൻസ്. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫിൽട്ടർ സർക്യൂട്ട്സ്. We know a rectifier required to produce pure DC supply for using at various places in the electronic circuits. But rectifierൻ്റെ ഔട്ട്പുട്ടിൽ ഒരു DC കമ്പോണൻറ്റും AC കമ്പോണൻറ്റും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. സോ നമുക്ക് ഈ ഔട്ട്പുട്ടിലെ AC കമ്പോണൻറ്റിനെ ഒഴിവാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ filter circuit is defined as the device which removes the AC component of rectifier output but allows the DC component to reach the load. It's a combination of inductors and capacitors. ഇവിടെ കപ്പാസിറ്റർ ACയെ കടത്തി വിടുകയും ബട്ട് DCയെ കടത്തി വിടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ബിക്കോസ് നമുക്ക് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് XC = 1/2πfc ആണ്. അപ്പോൾ ഒരു DCക്ക് ഫ്രീക്വൻസി 0 ആയിരിക്കും. ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. ഹെൻസ് ദ കപ്പാസിറ്റർ ഡസ് നോട്ട് അലൗ DC ടു പാസ് ത്രൂ ഇറ്റ്. ആൻഡ് ആൻ ഇൻഡക്ടർ ഒപ്പോസ് AC ബട്ട് അലൗസ് DC. ഇറ്റ്സ് ബിക്കോസ് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഫോർമുല അറിയാം. എന്താണ്? XL = 2πfL എന്നാണ്. ഫോർ DC ഫ്രീക്വൻസി 0 ആണ്. സോ ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL = 0 കിട്ടും. ഹെൻസ് ഇൻഡക്ടർ പാസസ് DC. ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷനാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള ഇൻഡക്ടർ കപ്പാസിറ്റർ കോമ്പിനേഷൻ വഴി നമുക്ക് AC കമ്പോണൻറ്റിനെ റിമൂവ് ചെയ്യാൻ കഴിയും. സോ ഫിൽട്ടർ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഒരു ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കൊടുത്തു. അതിൽ നോക്കി നോക്കൂ, പൾസേറ്റിംഗ് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്യുവർ DC ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് കിട്ടുക. പ്രധാനമായും 3 ടൈപ്പ് ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ കപ്പാസിറ്റർ ഫിൽട്ടർ, രണ്ടാമത്തെ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ, മൂന്നാമത്തെ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽട്ടർ അല്ലെങ്കിൽ പൈ ഫിൽട്ടർ. ഇനി അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കപ്പാസിറ്റർ ഫിൽട്ടർ. ഫിഗറിൽ നോക്കൂ. കപ്പാസിറ്റർ ഫിൽട്ടറിൽ കപ്പാസിറ്റർ റെക്ടിഫയർ ഔട്ട്പുട്ടിനും ലോഡ് റെസിസ്റ്റൻസിനും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ പൾസേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫയർ ഈസ് അപ്ലൈഡ് അക്രോസ് ദ കപ്പാസിറ്റർ.
റെക്ടിഫയർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യപ്പെടുകയും ലോഡിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുകയും ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്വാർട്ടർ സൈക്കിൾ, ദാറ്റ് ഈസ് മൂന്നാമത്തെ ഫിഗറിലെ പോയിന്റ് എ, ദ കപ്പാസിറ്റർ ഈസ് ചാർജ് ടു ദ പീക്ക് വാല്യൂ VM ഓഫ് ദി റെക്ടിഫയർ വോൾട്ടേജ്. റെക്ടിഫയർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ദ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ത്രൂ ദ ലോഡ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ഇറ്റ് decreases as shown by the line AB in the third figure. ഇവിടെ ലോഡിലൂടെയുള്ള വോൾട്ടേജ് വളരെ മൈന്യൂട്ടായിട്ട് ഡിക്രീസ് ചെയ്യൂ, ബിക്കോസ് ഇമ്മീഡിയറ്റ്ലി ദ നെക്സ്റ്റ് വോൾട്ടേജ് പീക്ക് കംസ് ആൻഡ് റീചാർജസ് ദ കപ്പാസിറ്റർ. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ABCDEFG എന്നിങ്ങനെയുള്ള ഒരു വേവ് ഫോം കിട്ടും. ഇൻ ദിസ് ഔട്ട്പുട്ട് വെരി ലിറ്റിൽ റിപ്പിൾ ഈസ് ലെഫ്റ്റ്. നമ്മൾ കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോ കോസ്റ്റ്, സ്മാൾ സൈസ്, ലിറ്റിൽ വെയ്റ്റ് ആൻഡ് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് മെയിനായിട്ടും ട്രാൻസിസ്റ്റർ റേഡിയോ ബാറ്ററി എലിമിനേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഫിൽട്ടേഴ്സിലെ രണ്ടാമത്തെ ടൈപ്പാണ് ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ. ഹിയർ ചോക്ക് ഈസ് ദ ഷോർട്ട് ഹാൻഡ് നെയിം ഓഫ് ഇൻഡക്ടർ കോയിൽ. ലുക്ക് ഇൻ ടു ദ ഫിഗർ. ഇവിടെ ലോഡിന് അക്രോസായി ഒരു ഫിൽട്ടർ കപ്പാസിറ്ററും റെക്ടിഫയർ ഔട്ട്പുട്ടിന് സീരീസായി ഒരു ചോക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിലെ 1ഉം 2ഉം ടെർമിനൽസിൽ, അതായത് 1ഉം 2ഉം ടെർമിനൽസിൽ റെക്ടിഫയറിൻ്റെ പൾസേറ്റിംഗ് ഔട്ട്പുട്ട് അപ്ലൈ ചെയ്യുന്നു. ആസ് വി നോ, റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ AC ആൻഡ് DC കമ്പോണൻസ് ഉണ്ട്. The choke offers high opposition to the passage of AC component and negligible opposition to the DC component. So, DC components ചോക്കിലൂടെ പാസ് ചെയ്ത് ലോഡിലെത്തുന്നു, and the AC component appears across the choke and it is passed through the capacitor. Then we get a reduced pulsations at the terminal 3. ആൻഡ് ഫിൽട്ടർ കപ്പാസിറ്റർ ബാക്കിയുള്ള AC കമ്പോണൻസിനെ പാസ് ചെയ്യുകയും DC കമ്പോണൻസിൻ്റെ ഫ്ലോ തടയുകയും ചെയ്യുന്നു. ദെർഫോർ ഓൺലി DC കമ്പോണൻസ് റീച്ചസ് ദി ലോഡ്. ഇങ്ങനെയാണ് ചോക്ക് ഇൻപുട്ട് സർക്യൂട്ടിൽ AC കമ്പോണൻസിനെ ഫിൽട്ടർ ചെയ്യുന്നത്. ദ തേർഡ് ടൈപ്പ് ഓഫ് ഫിൽട്ടർ ഈസ് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽട്ടർ ഓർ എ പൈ ഫിൽട്ടർ. It is called pi filter because the shape of the circuit diagram appears like the letter pi. Look into the figure. ഇതിൽ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിന് എക്രോസ് ആയി ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ ഇൻഡക്ടർ കോയിൽ സീരീസ് ആയിട്ടും രണ്ടാമത്തെ ഫിൽട്ടർ കപ്പാസിറ്റർ ലോഡിന് എക്രോസ് ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. റെക്ടിഫയർ ഔട്ട്പുട്ട് ഫിൽട്ടറിൻ്റെ ഇൻപുട്ട് ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്നു. Here, the filter capacitor C1 offers low reactance to AC component and infinite reactance to DC component. അതായത് C1 AC കമ്പോണൻറ്റിൻ്റെ ഫ്ലോയെ ഡൈവേർട്ട് ചെയ്യുകയും DC കമ്പോണൻറ്റ് ചോക്കിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദ കേസ് ഓഫ് ചോക്ക്, it offers high reactance to the AC components and almost zero reactance to the DC കമ്പോണൻറ്റ്. അതിനാൽ DC കമ്പോണൻറ്റ് ചോക്കിലൂടെ കടന്നു പോവുകയും ഒന്നാമത്തെ കപ്പാസിറ്ററിലൂടെ ബൈപ്പാസ് ചെയ്ത് പോവാത്ത AC കമ്പോണൻറ്റ്സ് ചോക്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ കപ്പാസിറ്റർ C2 bypasses the AC component which the choke has failed to block. അതായത് നമ്മളെ ചോക്കിന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കാത്ത AC കമ്പോണൻസിനെ രണ്ടാമത്തെ കപ്പാസിറ്റർ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. Therefore, only DC components appears across the load.